ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആദ്യമേ ഞാൻ പറയാം, ഞാൻ വലിയ സൈക്കോളജിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം, അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം നിലനിർത്താൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് വരേണ്ടത് എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്, അല്ലേ? നമ്മൾ ശരിക്കും സന്തോഷം നിലനിർത്തുകയാണ്, നമ്മൾ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് നമുക്ക് എവിടെയെങ്കിലും പോയി മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നും സ്വയമേ വരേണ്ടതും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുമാണ്. ജീവിതത്തിൽ മനുഷ്യനാകുമ്പോഴത്തേക്കും ഈ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും ദുഃഖവും എല്ലാം കൂടിക്കലർന്നതാണ്, അല്ലേ? എപ്പോഴും സന്തോഷം തന്നെ മരിക്കോളം സന്തോഷം തന്നെ നിലനിർത്താൻ പറ്റും എന്നൊന്നുമില്ല. അതിനിടയ്ക്ക് സന്തോഷങ്ങളുണ്ടാകാം, സന്താപങ്ങൾ, ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഇതെല്ലാം കൂടിക്കലർന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ സന്തോഷം നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം നിലനിർത്താൻ, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ അറിവിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫാമിലിയായിട്ട്, നമ്മുടെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ കുടുംബക്കാരും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ചിലവഴിക്കുക, അല്ലേ? നമ്മൾ ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ജോലി, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നു, വൈഫ് ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പോൾ ഈ ആഴ്ചയിൽ 7 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം സംസാരിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് സമയം കണ്ടെത്തി അവരുമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ആഴ്ചയിൽ എന്നാ പറയണ്ടേ, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ പിള്ളേരുമായിട്ട് ഒന്ന് ചില്ലാകാൻ വേണ്ടി ഒന്ന് പുറത്ത് പോവുകയോ, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവുകയോ, അല്ലെങ്കിൽ എവിടെയും പോയില്ലെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ ഒത്തൊരുമിച്ച് ഒരു വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരുമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മേശയില്ലെങ്കിലും നിലത്തൊക്കെ ആണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് നമ്മുടെ വീട്ടിൽ ടി വിയൊക്കെ കണ്ട് ഒരു ചായ കുടിച്ച് അല്ലെങ്കിൽ കോഫി കുടിച്ച് ഇരിക്കുമ്പോൾ അതുമൂലം കിട്ടുന്ന ഒരു സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്, അല്ലേ? വളരെ വളരെ വലുതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ഈ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോവുക. ഇനിയിപ്പം ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു മൂവിക്കോ ഒക്കെ പോകുമ്പം അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതൊരു വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ സ്ട്രെസ്സ് പിടിച്ച് നമ്മുടെ ജോലി അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറൊരു സന്തോഷം തന്നെയാണ്. പിന്നെ ഇനിയിപ്പം പാർക്കിലോ ഔട്ടിങ്ങിലോ മൂവിക്കൊന്നും പോയില്ലെങ്കിലും ഒരു പാർക്കിൽ പോയി ഇരുന്ന് നോക്കി, അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫ്രഷ് എയർ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു റിലാക്സ് ആകുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത് അവിടെ പോയി വെറുതെ ഒന്ന് ഇരുന്ന് നോക്കിയേ, ഫാമിലിയായിട്ട് ഒന്ന് വെറുതെ ഇരുന്ന്, പിള്ളേർക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് നമ്മൾ ഫാമിലിക്ക് മുഴുവൻ ആ ഒരു കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ആ ഒരു റിലാക്സേഷൻ അതൊരു വേറെ ലെവലാണ്, ഒരു വേറെ തരത്തിലാണത്. പിന്നെ എപ്പോഴും വീട്ടിൽ തന്നെ അടച്ചു മൂടിയിരിക്കാതെ നമ്മൾ, അല്ലെങ്കിൽ വീട്ടിലെ പണികളും നമ്മുടെ സാധാരണ ഫുഡ് കാര്യങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കാതെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പോയില്ലെങ്കിലും മാക്സിമം ഒരു ദിവസം എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് പോയി ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു മനസ്സിൻ്റെ സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ എന്താണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നാണ്, നമ്മൾ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയായിട്ട് നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും
എല്ലാം നമ്മൾ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഒതുക്കി വെക്കാതെ നമ്മൾ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ അത് ഉള്ളിൽ അടച്ചു പൂട്ടി വെക്കാതെ പുറത്തോട്ട് എന്നാ പറയണ്ട പൊട്ടി വരുന്നിടം വരെ ഇങ്ങനെ അടച്ച് വെക്കാതെ നമ്മളത് പെട്ടെന്ന് ആരെങ്കിലും കേട്ടെന്ന് ഷെയർ ചെയ്യുക. ഇനിയിപ്പം ഫാമിലി ഇല്ലാത്തവരാണെങ്കിൽ നല്ല കുറച്ച് ബന്ധങ്ങൾ കണ്ടെത്തുക. നല്ല ബന്ധങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ അത് ഒത്തിരി ഫ്രണ്ട്സ് വേണമെന്നൊന്നും പറയത്തില്ല. ഒരു 2 ഫ്രണ്ട്സ് അല്ലെങ്കിൽ 3 ഫ്രണ്ട്സ് ആണേലും മതി. നമ്മളുമായിട്ട് നമ്മുടെ മനസ്സുമായിട്ട് ചേർന്ന് പോകുന്നവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. എന്നിട്ട് അവരുമായിട്ട് നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം ഷെയർ ചെയ്യുക. നമുക്ക് തോന്നണം നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ടീമുകളാണ് എന്ന് നമുക്ക് തോന്നണം. അങ്ങനെയുള്ളവരെ മാത്രം സെലക്ട് ചെയ്യുക. അല്ലാതെ നമ്മുടെ സങ്കടം മുഴുവൻ പറഞ്ഞ് അത് നാട് തോറും പാട്ടാക്കുന്ന ടീമുകളെ കണ്ടെത്താതിരിക്കുക. നമ്മളുമായിട്ട് നല്ല രീതിയിൽ പോകുന്നവരെ, അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളും നമ്മളും ആരോടും പറയാതിരിക്കുക. അപ്പോൾ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഒച്ച കേൾക്കുള്ളൂ എന്ന് പറയത്തില്ലേ? അവിടെയാണ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്ത് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. അപ്പോൾ നമ്മുടെ സന്തോഷമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ കുറേ സമാധാനവും കുറേ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് അല്ലേ? നമ്മൾ മറ്റുള്ളവരുടെ ബ്ലെസ്സിങ്ങിൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള കാര്യങ്ങളിൽ ആയിരിക്കും നമ്മുടെ കൂടുതൽ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ അവർക്ക് അത്രയുണ്ട്, അല്ലെങ്കിൽ അവർ പുതിയ കാർ മേടിച്ചു, വലിയ വീട് പണിതു. ഇതിലൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാണ്, നമ്മളെല്ലാം ചിന്തിച്ചു പോകും. പക്ഷേ ഇതിലൊക്കെ കുറച്ച് താല്പര്യം കുറച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ അതിൽ സംതൃപ്തി അല്ലെങ്കിൽ അതിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക അല്ലേ? നമ്മൾ അതുമായിട്ട് സന്തോഷത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് ആനന്ദം കണ്ടെത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകളെ ഓർത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുമ്പോഴാണ് അവിടെ കുറേ പ്രശ്നങ്ങളും പിന്നെ നമുക്ക് ടെൻഷനായി സ്ട്രെസ്സായി നമുക്ക് ശ്വാസം മുട്ടലായി ഇതൊക്കെ നമ്മൾ കുറേ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം തലയിടാൻ പോകാതിരിക്കുക. അവിടെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്, ദുഃഖങ്ങളുണ്ടാകുന്നത്, ദേഷ്യങ്ങളുണ്ടാകുന്നത്, കുടുംബത്തിൽ സമാധാനക്കേടുണ്ടാകുന്നത് അല്ലേ? ഇതിലൊന്നും പോകാതിരുന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഓർത്ത് സന്തോഷത്തോടെ സമാധാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഒരു സ്ട്രെസ്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ശരിക്കും ജീവിതമാണ്, മനുഷ്യനാണ്. നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചെറിയ രീതിയിലോ വലിയ രീതിയിലൊക്കെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ പിണക്കങ്ങളും കാര്യങ്ങളും വൈരാഗ്യങ്ങളും ഉണ്ടെങ്കിൽ അവരോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക. മനസ്സുകൊണ്ടും നമ്മൾ അവരോട് ക്ഷമിക്കുക. പിന്നെ അവരോട് സംസാരിക്കുക. നമ്മൾ അവരോട് ക്ഷമിക്കാതെയും നമ്മൾ വൈരാഗ്യം മനസ്സിൽ കുന്നുകൂട്ടി ഇടുമ്പോഴാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാതെ പോകുന്നത് അല്ലേ? നമുക്ക് അവരോടുള്ള വൈരാഗ്യം മൂത്ത് നമുക്ക് ദേഷ്യമായി അരിശമായി BP കൂടുന്നു അല്ലേ? പൾസ് കൂടുന്നു. ഇതൊക്കെ കുറച്ച് നമ്മൾ അവരുമായിട്ട് സ്നേഹിക്കുക. അവരുമായിട്ട് സ്നേഹിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുറേ സ്ട്രെസ്സും കാര്യങ്ങളും പോവും. നമുക്ക് സന്തോഷമാവും, സമാധാനം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്നാ പറയണ്ടേ, നമ്മുടെ ദേഹത്തു നിന്ന് ഒരു ബാധ ഒഴിഞ്ഞു പോയ പോലെയൊക്കെ നമുക്ക് തോന്നും. നല്ല സമാധാനം കണ്ടെത്താൻ പറ്റും. മാക്സിമം എല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോവുക അല്ലേ? അതൊക്കെയാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി. പിന്നെ ഇതൊക്കെ കുറേ ഒഴിവാക്കുക. കുറേ പ്രശ്നങ്ങളിൽ മാക്സിമം എന്നാ പറയണ്ടേ, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ സന്തോഷത്തിൽ മുന്നോട്ട് പോവുക. ആരുമായിട്ട് വൈരാഗ്യം നിലനിർത്താതെ പോവുക. എന്ന് വെച്ചാൽ ആരോടെങ്കിലും വൈരാഗ്യം കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ? മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകളും എല്ലാം ഉണ്ടാകും. അപ്പം നമ്മൾ കൂടുതൽ വൈരാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകാതെ അവരോട് ക്ഷമിക്കുക. അവരോട് വൈരാഗ്യം നിലനിർത്തി കൊണ്ടുപോകാതെ അവരോട് സ്നേഹിക്കുക. ഇനിയിപ്പം അവരോട് സ്നേഹിച്ച് വലിയ ബന്ധങ്ങൾക്ക് പോയില്ലെങ്കിലും അവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക. അല്ലെങ്കിൽ അവരോട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എന്നാ പറയണ്ടേ, ആ ഒരു സ്ട്രെസ്സ് കുറയും. നമുക്ക് കുറേയൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിരിക്കുക. കുറേയൊക്കെ ചിരിക്കുക അല്ലേ? പൊട്ടിച്ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ
ചിരിക്കുക കുറേയൊക്കെ. ഇപ്പം നമ്മൾ റോട്ടിൽ കൂടെ പോവുകയാണ്, നമ്മുടെ നേരെ വരുന്ന ആൾ വലിയൊരു ദേഷ്യത്തിലോ അരിശത്തിലൊക്കെ വരുവാണെങ്കിൽ നമ്മളൊന്ന് അയാളെ കണ്ടൊന്ന് ചിരിക്കുക. ചിലപ്പോൾ അയാളും ചിരിക്കും അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ അതല്ല, നമുക്ക് നമ്മൾ ഒരു 2-3 നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒന്ന് ഫോണൊക്കെ ചെയ്ത് വല്ലപ്പോഴൊക്കെ തമാശകളൊക്കെ ഒന്ന് പറഞ്ഞ് ചിരിക്കുക. അപ്പോൾ ചിരിക്കുമ്പോഴത്തേക്കും കുറേ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മുടെ തല മുതൽ കാല് വരെയുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇത് ഒഴിവായി പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പാർക്കിലൊക്കെ വന്ന് നല്ല പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ വന്ന് അവർ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഇങ്ങനെ വട്ടത്തിലിരുന്ന് അവർ എക്സസൈസ്, യോഗ, അവർ പൊട്ടിച്ചിരിക്കുന്നു, കൈകൾ കൊട്ടുന്നു. ഇതൊക്കെ അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു എക്സസൈസാണ് ഇതൊക്കെ. ഇതിപ്പം നമ്മൾ കാലും കൈയും പൊക്കി തന്നെ എക്സസൈസും കാര്യങ്ങളും ചെയ്യണമെന്നില്ല. നമ്മുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കൂട്ടുകാരുമായിട്ട് നല്ല ബന്ധങ്ങളെ കണ്ടെത്തി നമുക്ക് അവരുമായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോവോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഫോണൊക്കെ വിളിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തുക. പിന്നെ ചിരിക്കുക, വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിക്കുക. നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുക. നമ്മൾ ആരുമായിട്ട് ഇടപെടാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്നാ പറയണ്ടേ, ഒരു ഭയങ്കര ഇൻട്രോവേർട്ടൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇത് എന്നാ പറയണ്ടേ, ഈ ദേഷ്യവും അരിശോ അല്ലെങ്കിൽ സങ്കടമോ കാര്യങ്ങളൊക്കെ വിതുമ്പുന്നത്. നമ്മൾ ഇതൊക്കെ എന്നാ പറയണ്ടേ, നമ്മൾ ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് ചാടിക്കുക. കൂട്ടുകാരെ കണ്ടെത്തി വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ച് ഫോൺ വിളിക്കുക. പിന്നെ എന്നാ പറയണ്ടേ, ചിരിക്കുക. കുറേയൊക്കെ നമ്മൾ ചിരിക്കുക, സന്തോഷിക്കുക. പാർക്കിൽ പോയിരുന്ന് ചിരിക്കുക, ഫാമിലിയായിട്ട് പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുക. അതൊരു 1 മിനിറ്റ് ആണേലും 10 മിനിറ്റ് ആണേലും അതുമൂലം കിട്ടുന്ന ഒരു സന്തോഷം അത് വേറൊരു ലെവൽ തന്നെയാണ്. പിന്നത്തെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിച്ച് ഇരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതമാകുമ്പോഴത്തേക്കും വിജയമുണ്ടാവും, പരാജയമുണ്ടാവും. അപ്പോൾ അതിൽ പരാജയത്തിൽ കണ്ണുവെച്ചാൽ പരാജയത്തെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യാതെ പരാജയങ്ങൾ നാളെ വിജയത്തിൻ്റെ മുന്നോടിയാണ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് നമ്മൾ കണ്ടെത്തി അതിൽ ആനന്ദം കണ്ടെത്തുക. അല്ലെങ്കിൽ ആ പരാജയത്തിനെ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതിപ്പം സ്റ്റുഡൻസ് ആണേലും പരാജയം നമ്മുടെ സ്കൂൾ ടൈമിലും കാര്യങ്ങളൊക്കെ പരാജയങ്ങളുണ്ടാവും. നമ്മളെല്ലാം തോക്കാറുണ്ട്. അതിൽ നമ്മൾ ജയിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് ആ പരാജയത്തെ വിജയമാക്കി മാറ്റാനുള്ള കാര്യങ്ങളും കണ്ടെത്തുക. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിലും അഡൽട്ട് ആണേലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ആ പരാജയത്തെ എപ്പോഴും പരാജയം തന്നെ, അയ്യോ ഞാൻ തോറ്റുപോയല്ലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെടാതെ കണ്ണീരൊഴുക്കാതെ ആ പരാജയത്തിനെ എങ്ങനെയെങ്കിലും വിജയമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും കാര്യങ്ങളും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പരാജയങ്ങളൊക്കെ മാറി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ത്വരയുണ്ടാകും. പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വലിയ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ അറിവ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.